നാഷണൽ അവാർഡ് കിട്ടും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കേരള പൂരം വള്ളംകളി 2024 റോത്തർഹാമിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ നമ്മുടെ ടിഫിൻ ബോക്സ് വള്ളംകളിയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആരൊക്കെയാണ് സ്പോൺസേഴ്സ് എന്ന്. സ്പോൺസേഴ്സായിട്ട് വന്നൊക്കെയാണ് ലൈഫ് ലൈനിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ പോൾ ജോൺ, അങ്ങനെ 4 സ്പോൺസേഴ്സുകളുണ്ട്. അതുകൂടാണ് മെയിൻ ഫുള്ളായിട്ട് സ്പോൺസർ ചെയ്യിക്കുന്നത് നമ്മുടെ ഷെഫ് ജോമോൻ്റെ ടിഫിൻ ബോക്സാണ്. ടിഫിൻ ബോക്സിൻ്റെ വേറെ വിശേഷങ്ങൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്കിനി ബാക്കിയാണ്. അപ്പോൾ ഈ കാണുന്ന ലേക്കിലാണ് നമ്മുടെ വള്ളങ്ങൾ കിടക്കുന്നത്. ഇവിടെ ഒരു 200 മീറ്റർ ഡിസ്റ്റൻസിൽ ജെൻസിൻ്റെ ഒരു 27 ടീമുകൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ 3 വർഷമായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് 27 ടീമുകളുണ്ട്. അതുപോലെ ലേഡീസിന് കഴിഞ്ഞ 2 വർഷവും ഒരു 5 ടീമുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അത് ഒരു 9 ടീമുകളോളം വന്നിട്ടുണ്ട്. നമുക്കിവിടെ ക്യൂ നിന്ന് നമുക്ക് 5 പൗണ്ട് കൊടുത്തിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. വള്ളം തുഴയുന്നവരാണെങ്കിൽ നമ്മൾ 5 പൗണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. അല്ലാത്തൊരു വിസിറ്റേഴ്സ് മാത്രമാണെങ്കിൽ 5 പൗണ്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് റാപ്പിളിൻ്റെ പേപ്പർ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഫിനിഷ് ചെയ്ത് ഉടനെ തന്നെ ഇവർക്ക് നമ്മുടെ യുക്മ കലാമേളയ്ക്ക് നറുക്കെടുപ്പുണ്ട്. ഒരു 10 പൗണ്ട് കൊടുത്താൽ ഒരു റെസിപ്റ്റ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് 10,000 പൗണ്ട് വരെ അതിൻ്റെ സമ്മാനം. അപ്പോൾ ഈ കാണുന്ന പോലത്തെ സ്ട്രാപ്പ് നമ്മുടെ കയ്യിൽ കിട്ടണം. എന്നാൽ മാത്രമേ അവർക്കൊരു ഈ പിങ്ക് സ്ട്രാപ്പ് എല്ലാവർക്കും ഉണ്ടാകും. എനിക്കൊന്ന് വള്ളം തുഴയുന്നവർക്ക് ഓറഞ്ച് സ്ട്രാപ്പാന്ന് തോന്നുന്നു. നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫിക്സ്ചർ. ഈ ഫിക്സ്ചറിനകത്ത് 27 ടീമുകളെ 3 ഹീറ്റ്സായിട്ട് നടത്തിയിട്ട് അതിൽ നിന്നും ഒരു ടീം എല്ലാ ഹീറ്റ്സിലും ഔട്ടാവും, തേർഡ് വരുന്നത്. അത് കഴിയുമ്പോൾ പിന്നുള്ള ക്വാർട്ടർ ഫൈനലിൽ ഫസ്റ്റ് വരുന്നവരെ ഫൈനലിലോട്ട് വിടും. അങ്ങനെ 6 ടീമുകളോടെ ഫൈനൽ നടക്കുന്നതാണ്. അപ്പോൾ സ്കന്ദോ ബോട്ട് ക്ലബ്ബ് ഫസ്റ്റ് ഹീറ്റ്സിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നല്ല ആവേശത്തിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ജെൻസ് ടീം. ജെൻസ് ടീമിൻ്റെ ക്യാപ്റ്റൻ ഷൈജാനായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ലേഡീസ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ ഹീറ്റ്സിലോട്ട്, അതായത് ഞങ്ങളുടെ വള്ളമാണ് ഫസ്റ്റ് ഹീറ്റ്സ് മത്സരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ വള്ളവും അതുപോലെ തന്നെ ഷെഫീൽ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ടീമും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 3 വള്ളങ്ങളാണ് ഫസ്റ്റ് ഹീറ്റ്സിൽ ഫസ്റ്റ് റൗണ്ട് മത്സരിക്കുന്നത്. ഞാൻ തുഴയുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഡ്രോൺ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ മൊബൈൽ വീഡിയോ ആണ്. ഇതിനകത്ത് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാകും, ശ്രദ്ധയെ ക്ഷമിക്കുക. അപ്പോൾ ഈ കാണുന്ന പോലെ നല്ല കോർഡിനേഷനോടുകൂടി ഞങ്ങൾ അത്യാവശ്യം നല്ല ലീഡ് പിടിച്ച് അത്യാവശ്യം നല്ല രീതിയിലാണ് ഞങ്ങളിത് വിജയിച്ച് കയറുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നമുക്കിതിലൂടെ നിങ്ങൾക്ക് വള്ളംകളി ഇനിയും അങ്ങോട്ട് പാട്ടുകളും അതുപോലെ ഡാൻസുകളും ഒക്കെ ഉണ്ട്. ബാക്കി വീഡിയോ ഈ മത്സര ഓട്ടം കാണാൻ താല്പര്യമില്ലെങ്കിൽ മുന്നോട്ട് പോകാം. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് ഫൈനലിൻ്റെ ഡ്രോൺ വീഡിയോ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ആവേശത്തോടും കൂടി ഞങ്ങൾ ഫസ്റ്റ് ഹീറ്റ്സ് വിജയിച്ചു. അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാൻ പിന്നെ പോയിട്ട് ഡ്രോണൊക്കെ എടുത്തൊന്നും ജസ്റ്റ് ഇത് ഏത് വള്ളങ്ങളാണ് മത്സരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യത്തെ ട്രാക്കിൽ, അതായത് അങ്ങേയറ്റത്തെ ട്രാക്കിൽ മത്സരിക്കുന്നവർ നല്ല ലീഡോടുകൂടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഡ്രോണിൽ ആദ്യമായിട്ടാണ് വള്ളംകളി വന്ന് ക്യാപ്ചർ ചെയ്യുന്നത്. അതിൻ്റേതായൊരു ബ്യൂട്ടിയും ഭംഗിയൊക്കെ ഇത്തിരിയുടെ ക്ലോസ് ബൈ ചെന്നിരുന്ന ഉണ്ടായിരുന്നു. പക്ഷേ വേറെയും അവിടെ 3-4 ഡ്രോൺ ഉള്ളതുകൊണ്ട് നമ്മളധികം ക്ലോസ് ബൈ പോയില്ല. പക്ഷേ നമ്മുടെ ഫൈനൽ വള്ളംകളി ലേഡീസിൻ്റെയും അതുപോലെ തന്നെ ജെൻസിൻ്റെയും ഫൈനൽ വള്ളങ്ങളുടെ അടിപൊളി ഒരു ഡ്രോൺ വ്യൂ ആണ് ഉള്ളത്. നിങ്ങൾക്ക് നമ്മളല്ലാണ്ട് ഷോർട്ട് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാൻ കഴിയുന്നതാണ്. ഈ ബാക്കി വിശേഷങ്ങൾ കാണാം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മുടെ ഘോഷയാത്ര അവിടെ തുടങ്ങി. ഇതുപോലെ അവരുടെ യുക്മയുടെ ഭാരവാഹികൾ നമ്മുടെ ലീമോളിച്ച് ഒരു സൈഡിൽ നിൽക്കുന്ന കാണാൻ നമുക്ക്. അതുപോലെ തന്നെ ഇവരിങ്ങനെ മുന്നോട്ട് പോയി സ്റ്റേജിൻ്റെ അവിടെ പോയി ബാക്കി നമ്മുടെ വിശിഷ്ടാതിഥികളെ വരുമ്പോഴേക്കും അവരെയും സ്വീകരിച്ച് ഇതിൻ്റെ പുറകെ അടിപൊളി ചെണ്ടമേളം വരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈ സെൻറ്ററിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ട്രോഫി. അതെ, ജേതാക്കൾക്ക് കിട്ടുന്ന ട്രോഫിയാണ് കാണുന്നത്. അതുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. പുറകെ നല്ലൊരു അടിപൊളി ചെണ്ടമേളമൊക്കെ വരുന്നുണ്ട്.
ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, വീഡിയോയിലെ ഇന്ന് എന്താ ഡേറ്റ് എന്നറിയോ? ആ, ഒക്ടോബർ 31 എന്തിനാ പറഞ്ഞത്? ഒക്ടോബർ 31 ഞാൻ പറഞ്ഞത് അതില്. അത് ഇന്നലെ പുലർച്ചെ 5:30 എടുത്ത വീഡിയോ, അതുകൊണ്ടായി പോയി. ഓക്കെ, നമ്മളിപ്പോ തിരുത്തി പറയാണ്, അത് ഓഗസ്റ്റ് 31 ആണെന്ന് എല്ലാരും കേൾക്കുക. ഒക്ടോബർ അതന്നെ 2 ലോ ഉണ്ട്. ഓക്കെ, ഞാൻ അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മള് നോക്കി പോണോ? കാലം അത്രക്കും മോശമാണ്. മുഞ്ചുള്ള പെൺകുട്ടികൾ ഇപ്പോഴത്തെ കാലത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. വിളെ നോക്കി, ഒരു പവറും ഇല്ല, പത്രാസും ഇല്ലാത്ത മനുഷ്യന്മാരൊക്കെ കോട്ടിട്ട് വന്ന് മനുഷ്യൻ നോക്കി. ഇങ്ങോട്ട് ഏതോ ഒരു സംഘടന ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് മാത്രം വിസ കിട്ടി, അവർക്ക് ആർക്കും കിട്ടില്ല. അതുകൊണ്ടാണ് വരാണ്ടായി പോയത്. അല്ല, അങ്ങനെ പറയരുത്. അത് എംബസിയിൽ നിങ്ങൾ എങ്ങനെ സഹിക്കണീ പഹേന? ആ തോട്ടിലേക്ക് എടുത്ത് എറിയേ. പാട്ടൊന്നും പാടാൻ എനിക്കറിയില്ല, അങ്ങനെ പറയരുത്. ഇവിടെയോ? അതാരാ പറഞ്ഞേ? കോഴിക്കോടൻ ഭാഷയിൽ തന്നെയാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലേഡീസിൻ്റെ, ഞങ്ങളുടെ സ്കന്ദോ ബോട്ട് ക്ലബിൻ്റെ ലേഡീസിൻ്റെ ടീമാണ് ആ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. വീഡിയോയിൽ കാണാൻ പറ്റും, ഞാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്യാം. അപ്പോൾ അവരുടെ ഫസ്റ്റ് റൗണ്ട് ഹീറ്റ്സ് ആണ് നടക്കുന്നത്. ഇതിൽ ജയിക്കുന്നവർ നേരെ ഫൈനലോട്ട് പോകും. അങ്ങനെയാണ് മത്സരം നടക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും, നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാർട്ടിന് വേണ്ടി എല്ലാ ടീമും വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ തുടങ്ങും മത്സരം. അപ്പോൾ അന്നേരം മത്സരം തുടങ്ങാൻ പോവാണ്. അപ്പോൾ അത് തുടങ്ങി കാണാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ഒരു പുഷും അതിൻ്റെ ഒരു സ്ട്രെങ്ത്തും ഒക്കെ നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഓരോ ബോട്ടും മുന്നോട്ടാണ്. ലെഫ്റ്റ് സൈഡിലെ 2 ബോട്ടുകളുടെയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ സ്കന്ദോ ബോട്ട് ക്ലബിൻ്റെയൊക്കെ ബോട്ടുകളുടെ ദിശ വളരെയധികം ഇതിനൊക്കെ ഒരു ഫാക്ടറാണ്. ഇപ്പോൾ കാണാൻ പറ്റും, നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽ ഇപ്പോൾ റൈറ്റ് സൈഡിലെ സ്കന്ദോ ബോട്ട് ക്ലബ് വളരെയധികം മുന്നിലാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ സൈഡ് വ്യൂവിൽ നിന്ന് അത് അങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തൽക്കാലം മുന്നിലാണ്. അവരുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ രണ്ടാം ട്രാക്കിൽ നിൽക്കുന്നത് ടീമിൻ്റെ ഒരു ഒത്തൊരുമയും ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. അവരുടെ താളം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരും മുന്നേറി വരാനുള്ള ചാൻസ് ഭയങ്കരമാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ ഫിനിഷ് ആകുമെന്നൊരു സംശയമുണ്ട്. അതുപോലെ നമുക്ക് കാണാൻ കഴിയും, നല്ല സ്പീഡിലാണ് എല്ലാ ബോട്ടുകളും വരുന്നത്. എസ്പെഷ്യലി രണ്ടാം ട്രാക്കിൽ നിൽക്കുന്ന ബോട്ടും. ഇപ്പോൾ സ്കന്ദോപ്പിന് നല്ലൊരു ലീഡ് കിട്ടിയെങ്കിൽ കൂടെ മറ്റൊരു കയറി ഒപ്പത്തിനൊപ്പം എത്താറായിരിക്കുന്നു. പക്ഷേ ഇതിങ്ങളുടെ ദിശ തീരുമാനിക്കുന്നത് നമ്മുടെ ആ ബോട്ടിൻ്റെ സ്രാങ്ക് എന്ന് പറയാൻ, അല്ലെങ്കിൽ ബാക്കിൽ നിൽക്കുന്ന ഇംഗ്ലീഷുകാരാണ്. അവരുടെ ആ ഒരു മറ്റേ നടുക്കലത്തെ ബോട്ട് നമുക്ക് കാണാം, നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് എൻഡിലുള്ള സ്കന്ദോപ്പിൻ്റെ ബോട്ടിലിപ്പോൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ചെറുതായിട്ട് ലെഫ്റ്റോട്ട് തിരിയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് ആ 200 മീറ്റർ ആണെങ്കിലും അതിന് മീറ്ററൊക്കെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ കാണുന്ന ഈ റെഡ് ബോൾസ് ആണ് ഇതിൻ്റെ ഫിനിഷ് ലൈൻ. അപ്പോൾ ഫിനിഷ് ലൈനിൽ ആദ്യം ആര് ടച്ച് ചെയ്യുന്നു അവരാണ് ഇതെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയോടെ ഡ്രോൺ ഒന്ന് ഫ്രണ്ടിലോട്ടാക്കി. ഇതാ ഫോട്ടോ ഫിനിഷ് പോലൊക്കെ വരുന്നുണ്ട്. എന്നാൽ ആരാണ് ഫസ്റ്റ് ടച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാം ട്രാക്കിൽ വന്ന അതേ സ്കന്ദോപ്പ് സെക്കൻഡ് ആയി പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്കന്ദോപ്പ് ഫൈനലോട്ട് കയറാൻ കഴിയാതായിപ്പോയി. അതുപോലെ ഹാട്രിക്ക് ഞങ്ങൾക്ക് അങ്ങനെ മിസ്സായി. അപ്പോൾ അങ്ങനെ ഹാട്രിക്ക് മിസ്സായ സങ്കടത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അടുത്ത മത്സരങ്ങൾക്കായിട്ട് ബോട്ടുകൾ അവരുടെ സ്റ്റാർട്ടിംഗ് ലൈനിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ജെൻസിൻ്റെ ബോട്ടുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തവണത്തെ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത 9 ലേഡീസ് ടീം ഉണ്ടായിരുന്നു. അതിൽ തന്നെ 1-2 ടീമുകൾ നല്ലപോലെ 9-10 പ്രാക്ടീസൊക്കെ ആയിട്ട് വന്നാണ് കേട്ടത്. അതുപോലെ തന്നെ അവർ നല്ല ബെസ്റ്റ് ടൈമിംഗ് അടിച്ചിട്ടുണ്ട്. 1 മിനിറ്റും 18 സെക്കൻഡും അടിച്ച് വാറിംഗ്ടണും അതുപോലെ തന്നെ 1 മിനിറ്റ് 27 സെക്കൻഡുമായി നമ്മുടെ ബർമിംഗ്ഹാമിൻ്റെ BMA ലേഡീസ് ടീം നല്ലൊരു ടൈമുകൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും മാൻവേഴ്സ് തടാകത്തിൻ്റെ കരകളിൽ എന്തോരം ആൾക്കാരാണ് ഈ മത്സരങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് അറിയാം. എന്നാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം അത്രയും ഇല്ലേ പോലും നല്ലപോലെ തിരക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ വേസ്റ്റുകൾ ഇങ്ങനെ നമ്മുടെ ഇംഗ്ലീഷുകാർ അവിടെയുള്ളവർ ഒന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പിള്ളേർ പോയിട്ട് ഓരോന്നോരോന്നും പിക്ക് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ. അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. ഇനി നമുക്ക് ലേഡീസിൻ്റെ വള്ളംകളി കാണാം. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അവരുടെ ഫൈനൽ.
അവരുടെ ഫൈനലിനകത്ത് ഒന്നാമത്തെ ട്രാക്കിൽ ഓടുന്നത് സാൽഫോർഡാണ്, റൈറ്റ് സൈഡിൽ ഫസ്റ്റ് വൺ. നടുക്കത്തോട് ഓടുന്നത് വാറിംഗ്ടൺ ആണ്. ബെസ്റ്റ് ടൈമിംഗ് വരുന്നത് എൻ്റെ ക്വാർട്ടേഴ്സിൽ അടിച്ചായിരുന്നു, അത് 1 minute 18 seconds. ലാസ്റ്റ് ട്രാക്കിൽ ബർമിംഗ്ഹാം ആണ് തുഴയുന്നത്, അവർ 1 minute 27 seconds ആണ്. അപ്പോൾ ഈ ഫൈനലിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവരുടെ ട്രെയിനേഴ്സാണ് ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. യുഗ്മ ഭാരവാഹികൾക്ക് യാതൊരു ഇടപെടലും നടത്താൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എന്ത് ഫൗൾ വന്നാലും അവർക്ക് അപ്പീൽ കൊണ്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെയും യുഗ്മയുടെ ഒരു സ്ഥിരം രീതി പോലെ എങ്ങനെയെങ്കിലും പരിപാടി നടന്നാൽ മതി എന്നുള്ളൊരു പരിപാടി ഉള്ളതുകൊണ്ട് അങ്ങനെ അതൊന്നും കാണാൻ കഴിയും. പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എൻഡിൽ, അതായത് റൈറ്റ് എൻഡിൽ ബർമിംഗ്ഹാമിൻ്റെ ട്രെയിനർ എന്തോരം അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അതുപോലെ നടുക്ക് നിൽക്കുന്ന അവർ തുഴയുന്നതിന് ആ ഒരു ട്രെയിനർ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോ ഫിനിഷിലോട്ട് ഇത് എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ ആ ഫോട്ടോ ഫിനിഷിങ്ങിൽ എങ്ങനെയാണ് ആ ബർമിംഗ്ഹാമിൻ്റെ ബോട്ട് രണ്ടും അറ്റപ്പറ്റേ പോകുന്നത്, എന്നാലും ബർമിംഗ്ഹാമിനെ എന്തോരം ആ ട്രെയിനർ ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് കാണാൻ കഴിയും. അവരുടെ ആ ഒരു തുഴക്കാരെ ഒന്നും നമ്മൾ ബ്ലെയിം ചെയ്യത്തില്ല, കാരണം അവരെല്ലാം ഈ ബർമിംഗ്ഹാമിൻ്റെ ആണെങ്കിലും വാറിംഗ്ടൻ്റെ ആണെങ്കിലും തുഴക്കാർ നല്ല അടിപൊളിയായിട്ട് തുഴയുന്നത്. പക്ഷേ ഈ ട്രെയിനറിൻ്റെ, അതായത് നമുക്കറിയാം ഒരു ബോട്ടിൻ്റെ ദിശയും സ്പീഡും എല്ലാം ട്രെയിനറിനും ഭയങ്കരമായിട്ട് അവർക്ക് സ്വാധീനിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാണാം ഒരേപോലെ വന്നിട്ട് പെട്ടെന്ന് ബർമിംഗ്ഹാം ഫസ്റ്റ് ടച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഫിനിഷ് ആയിരിക്കുകയാണ്. ആ ഒരു ഫിനിഷിങ് നമ്മൾ കണ്ടു കാണും, എങ്ങനെയാണത് ശരിക്കും ഹെൽപ്പ് ചെയ്തിരുന്നത് ട്രെയിനേഴ്സ് ആണേലും. കേരളപുരം വള്ളംകളിയുടെ ഫൈനൽ 2024 യുഗ്മയുടെ വള്ളംകളിയുടെ ഫൈനലാണിത്. അപ്പോൾ ഒന്നാം ട്രാക്കിൽ നിൽക്കുന്നത് നമ്മുടെ സാൽഫോർഡാണ്, രണ്ടാം ട്രാക്കിൽ നിൽക്കുന്നത് ബോൾട്ടണും, മൂന്നാം ട്രാക്കിൽ നോട്ടിംഗ്ഹാമും, നാലാം ട്രാക്കിൽ കോവൻട്രി ആണുള്ളത്. ചേർന്നിരിക്കുന്നു. നോട്ടിംഗ്ഹാം ഒന്നാമതായി, രണ്ടാമത് സാൽഫോർഡും, മൂന്നാമത് ബോൾട്ടണും, അതുപോലെ നാലാമത് കോവൻട്രിയും എത്തിച്ചേർന്നിരിക്കുന്നു.